ഇതേറെ പുതിയൊരാള് പൊരിക്കാൻ വെച്ച കോഴി മസിലും പിടിച്ച് വരുന്ന പോലെ ഉണ്ടല്ലോ. ഇവിടെ എവിടെ ഈ കള്ളുമേരിയുടെ വീട്? ആ എന്തേ? അവരുടെ കുറച്ച് സ്നേഹം മേടിക്കാൻ വേണ്ടി വന്നതാ. കാരണവരുടെ മനസ്സിരിപ്പ് കൊള്ളാലോ. ഇവിടെ ആണുങ്ങൾ ആരില്ലായിട്ടാണ് പുറത്തുനിന്നൊരു ഇറക്കുമതി. നീയാണ് കള്ളിമേരി കേക്കണ്ട ആട്ടോള്. അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ച് വഴക്കുണ്ടാക്കണ്ട. ഞങ്ങളുടെ നാട്ടില് വാറ്റിന് സ്നേഹം എന്നാ പറയുന്നത്. കൊള്ളാം ഫസ്റ്റ്. കാരണവരെ പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് വെറുതെ കോട് വാശി പറഞ്ഞ് തല്ലു വാങ്ങിക്കൂട്ടല്ലേ. വന്ന് വണ്ടി കയറ്, വഴി ഞാൻ കാണിച്ചു തരാം. ബടാ പോവാ. ഞാൻ പോയിട്ട് വരാട്ടോ. ഇയാൾക്ക് വഴി അറിയാ? ഏയ് വന്ന് ഇപ്പുറം കയറ്. ശരി. അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും മേരിയ കണ്ടാ പോരെ. കയറി കയറി പോവാ. എന്താടാ കുറെ നേരം ആയല്ലോ കോലിട്ടിളക്കുന്നത്? ഇത് ഇന്നെങ്ങാനും ആവോ? ഇപ്പൊ ഒരു കുപ്പിയും കൂടി. നല്ലോണം അങ്ങോട്ട് ഊതടാ. നല്ല കടുപ്പുണ്ടേ. നെല്ലിനും വെള്ളത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വില? പഴയ പോലെ 5-6 കുപ്പിയൊന്നും കിട്ടിയാൽ മുതലാവൂല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വല്ല പാമ്പിനെയും പഴുതേനെയും തല്ലിക്കൊന്നിടാന്ന്. വിരളെ നിന്ന് കത്തും. മേരി വാറ്റുകാര് തന്നെയാ. പക്ഷെ നേരുനെറി ഉള്ളതുകൊണ്ടാ മേരിയുടെ വാറ്റിന് ഇത്ര ഡിമാൻഡ്. എന്നെ തുറച്ചു നോക്കാതെ തെളിച്ച മറിയുന്ന വെള്ളം മാറ്റടാ പന്നികളെ. അവന്റെ നോട്ടം കണ്ടാൽ തന്നെ വയറ്റിലുണ്ടാവും. കുറെ നേരമായി അവന്റെ ഒരു നോട്ടം. കഴിയാനായി. എടാ സജീവ ഓടിക്കോ. ഓടിക്കോ. എന്താടോ പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ? പോടോ. ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം. കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഈ പേര് കേട്ട കല്ലുതൊള്ളുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് ഇവിടെ, നമ്മുടെ കുടുംബശ്രീക്കാർ. അല്ല എൻ്റെ ഓളും ആ കൂട്ടത്തിലാ. ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ. കള്ളുമേരിയുടെ കള്ളും കുടിച്ചിങ്ങനെ സുഖമായിട്ട് കഴിയാം. ഇവളാണല്ലേ മേരി. ഇവിടെ നിന്ന് വാറ്റ് മേടിച്ച് കുടിക്കൊന്നും വേണ്ട. ഇവിടെ കാണുമ്പം തന്നെ മത്ത് പിടിക്കും.
ഏതവനാടാ പറമ്പ ഇത്? മേരീനെ കാണാൻ വന്നതാ. മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഒരു വഷളം നോട്ടം. ഞാനിവിടെ ആദ്യമായിട്ടാ നിങ്ങളെക്കുറിച്ച് കേട്ട് കേട്ട് നിങ്ങളുടെ ഇത്തിരി സ്നേഹം മേടിക്കാൻ വന്നതാ. ഭാ ചേട്ടേ, താൻ എന്താ മേരിയെ കുറിച്ച് കരുതി? മേരി എന്താ വഴി വെച്ച്? അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങളുടെ നാട്ടിൽ വാറ്റിന് സ്നേഹം എന്ന് പറഞ്ഞ് ശീലമായിപ്പോയി. ഓരോരോ താത്വിക അവലോകനങ്ങളെ. ചേച്ചി, ഇങ്ങനെയുടെ മോളെ കല്യാണത്തിന് കുറച്ച് മാറ്റം വേണം. അതിനു വേണ്ടി കാട് കയറി വന്നതാ. ഉള്ളതാണോടാ പറമ്പ? ഓ ശരിക്കും. എത്ര വേണം? ഒരു 10. സജീവ, ഒരു 10. മാറടാ. നിനക്ക് എത്ര ഇല പറഞ്ഞേ? ആക്രാന്ത കാണിക്കല്ലേ, ആട്ടിന്റെ തലയെടുത്ത് പോവാൻ നോക്കുന്നു. എല്ലാരും കൂടി തിരക്കാക്കല്ലേ, ഇതേ വെട്ടുന്ന കണ്ടില്ലേ? അകുരി ചേട്ടാ, പെരുന്നാളായോണ്ടായിരിക്കും അല്ലേ ഭയങ്കര തിരക്ക്. നല്ല തിരക്ക്, ഞായറാഴ്ച കൂടെ അല്ലേ. പറമ്പാ നിന്ന് താളം തുള്ളാതെ വേഗം വെട്ടി നുറുക്ക്. ആൾക്കാർ കൂടുന്ന കാണുന്നില്ലേ? എന്റെ കുര്യൻ ചേട്ടാ, നിങ്ങൾ ഈ പറയുന്ന പോലെ ചറവറാന്ന് വെട്ടിയിട്ട് എന്റെ വിരലും കൊണ്ട് തൂക്കി കൊടുക്കാനാ? ഇറച്ചിക്ക് വരുന്നവരല്ലേ, ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് അല്ലേ? കണ്ട, അവർക്ക് തിരക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കാ ആ കരളെല്ലാം നുറുക്കിയിട്ടേക്കണേ. ആ പതപ്പയും കൂടി. പതപ്പ് മാത്രമാക്കണ്ട, ചങ്കും മാങ്ങയും എല്ലാം അങ്ങ് തൂക്കിയേക്കാം പോരെ? ചേട്ടാ, നമ്മളാണ് ആദ്യം വന്നേ. ആ ദേവസ്യനെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. കൊറോണ വന്നേ പിന്നെ മനുഷ്യൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. കൊച്ചു വരുന്നുണ്ടേ മടത്തുനിന്ന്. ആ നീ 2 കിലോ നല്ല ഇറച്ചി ഇങ്ങോട്ട് തൂക്കിക്കേ. അല്ല, അപ്പം നിങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ തീർന്നോ? എടുത്തു കൊടുക്കട പറമ്പാ. ആ ചാച്ചനെന്താ താമസിച്ചേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, കവലയിൽ നല്ല തിരക്കായിരുന്നു. ആ പോരാത്തതിന് പള്ളി വിരിഞ്ഞ സമയം. നീ ചാച്ചൻ എന്തെങ്കിലും കുടിക്കാൻ ഇങ്ങടുത്ത്? ആ ഇപ്പം എടുക്കാം. ഡേ, ആ കലത്തിൽ നിന്ന് കുറച്ച് ചായ എടുത്തോ, കുറച്ച് അധികം എടുത്തോ, എനിക്കും വേണം. നിങ്ങളിന്ന് പള്ളിയിൽ പോയില്ലേ? 2ാം കുർബാനയ്ക്കുള്ള സമയമായല്ലോ. ഞാൻ വൈകുന്നേരം പോകണുള്ളൂ. ഈ ഇത്തിരി വെള്ളം കോരി വെച്ച് എനിക്കൊന്ന് മേലെ എഴുതണം. ആ കോര. നിങ്ങളോട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ഞാൻ ചോദിച്ചതാ, പറഞ്ഞില്ല. ആ അത് ഞാൻ കണ്ടോളാം. മോളിന്ന് വരുന്നില്ലേ? അവളവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 4 മണിക്കുമ്പോ എത്തും. 2 ദിവസം നിൽക്കുമോ? അറിയില്ല. ചേച്ചിക്ക് 2-3 ദിവസം നിന്നിട്ട് പോയാലെന്താ? വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. നീ പറയും പോലെയല്ല, മഠത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എടാ ജോമോനെ, എടാ എപ്പോ ഫ്രീ ആവും? എടാ ഒരു പാർട്ടി കൂടി വരാനുണ്ട്, അവർക്ക് കൂടി പിടിച്ചു കൊടുത്താലേ വരാൻ പറ്റൂ. അങ്ങനെയാണ് ഞങ്ങൾ പോട്ടെ, ഗ്രൗണ്ടിൽ കാണാം. എടാ നിക്കടാ, ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ പൊന്നു മോനെ വേണ്ട, നീ ഫ്രീ ആയിട്ട് സമയം പോലെ വന്നാൽ മതി. പോവല്ലടാ. പിന്നെ നിന്റെ മറ്റവളിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. 5 രൂപയുടെ ബസ്സിന് മിക്കവാറും കാണും.